മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കമല നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തി അമ്മയോട് അവിടെ നടന്ന കഥകളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. താൻ ആ വീട്ടിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് താൻ ഇതൊക്കെ അറിയാതെ പോയതെന്ന് അമ്മയോടുള്ള ചോദ്യത്തിന് അമ്മ മറുപടിയായി പറയുന്നുണ്ട്. എങ്ങനെയാ കമലേ നിന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? നീ അതുപോലെ വിഷമാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന്. ഇത് കേൾക്കുന്ന കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞെടുക്കാനുള്ള അമ്മയോടുള്ള സോപ്പിങ്ങിനിടയിൽ അതൊന്നും തന്നെ കമല കാര്യമാക്കി എടുക്കുന്നില്ല. കമല വീണ്ടും അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? അലീനയും വൈജയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതൊക്കെ എന്നോട് എൻ്റെ മകൻ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാണ്? ഞാൻ എപ്പോഴൊക്കെയോ ബാലചന്ദ്രനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് സഹി കെട്ടിട്ടാണ് അവൻ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. കമല അപ്പോൾ ഏത് മകനെന്ന് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. ആരാ അമ്മേ പറഞ്ഞത്? ശിവേട്ടനാണോ അതോ രാജീവോ? അവർ രണ്ടാളും അല്ലടി, ഗംഗാധരനാ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓ, ഗംഗേട്ടനായിരുന്നോ? ഗംഗേട്ടനാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഗംഗേട്ടൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ പറഞ്ഞ ആൾ കേൾക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ ഗംഗേട്ടനാവുമ്പോൾ ആരും ഒന്നും പറയത്തില്ല. എന്തായാലും അമ്മ അറിഞ്ഞത് നന്നായി. അല്ലെങ്കിലും ഇതൊക്കെ ആരോടാ മൂടി വെച്ചിരുന്നത്? ബാലചന്ദ്രൻ അറിയരുതെന്ന് പറയുന്ന കാര്യത്തിൽ ഓക്കെ, സമ്മതിച്ചു. ബാലചന്ദ്രൻ അറിഞ്ഞാൽ ഒരു കുടുംബം തന്നെ നഷ്ടമാവും എന്നുള്ള കാര്യം. എന്നാൽ ഇത് ബാലചന്ദ്രൻ ആദ്യം അറിയുകയും മറ്റുള്ളവരോട് ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് കമലയും പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അറിഞ്ഞപ്പോൾ തന്നെ ഗംഗാധരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. ഗംഗാധരിൽ നിന്നും ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതുമാണ്. അവർക്ക് തമ്മിൽ അന്നേ മനസ്സിലായതാണ്. പിന്നെ വേറെ ആരോടും പറയണ്ടെന്ന് അവർ സ്വയം ഉറപ്പിച്ചു. പിന്നെ അലീനയെ കൊല്ലാനുള്ള ശ്രമവും തട്ടിക്കൊണ്ടുപോക്കുമൊക്കെ ആയപ്പോഴാണ് അവർക്ക് ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നുള്ള സത്യം മനസ്സിലായത്. അമ്മേ, പിന്നെ ഞാൻ ഈ ചോദിച്ച കാര്യത്തിന് അമ്മ എനിക്ക് മറുപടി തരണം. അത് അമ്മ അച്ഛൻ്റെ ആ പഴയ രേഖകളൊക്കെ ഒന്ന് എടുത്തു നോക്കുകയോ നമ്മുടെ വക്കീലിനോട് ചോദിക്കുകയോ ചെയ്താൽ മതി. അയാൾ എന്തായാലും പറയാതിരിക്കില്ലല്ലോ. അല്ല കമലേ, നിനക്കെന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട്? ഇതിപ്പോൾ അറിഞ്ഞിരുന്നുണ്ടും നീ എന്ത് കാണിക്കാന്നാ നീ ഈ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മനുവിനായിട്ട് അലീനയുടെ വിവാഹം നീ നടത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിന്നോട് വിശദീകരിച്ച് തന്നെ പറയാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ. നീ എന്തായാലും ആ വിവാഹത്തിന് സമ്മതവുമല്ല. പിന്നെ നിനക്ക് എന്ത് കാര്യത്തിനാ ഇതൊക്കെ അറിയേണ്ടത്? അല്ല, അച്ഛനീ മാറ്റിവെച്ചിരിക്കുന്ന സ്വത്ത് എന്തോരുണ്ടെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. കാരണം ശിവേട്ടനും ഗംഗേട്ടനും രാജീവനും വൈജയ്ക്കും അതാണല്ലോ അച്ഛൻ്റെ മക്കൾ. പിന്നെ ഒരു ഓഹരി അമ്മയും. നിങ്ങൾ 5 പേരല്ലാതെ ആറാമത്തെ ഒരാൾക്ക് അങ്ങനെ ഒരു ഓഹരി ഉണ്ടോ എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം എന്തായാലും ഈ കുടുംബത്തിലെ ഒരംഗമെന്ന നിലയ്ക്ക് എനിക്കുണ്ടെന്ന് അമ്മ കൂട്ടിക്കോ. ഒരു കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ, അങ്ങനെ ഒരു ഓഹരി അലീനയ്ക്ക് അച്ഛൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാവുക തന്നെ ചെയ്യും അമ്മേ. ആർക്കാണ് കമല വിഷയമാവുന്നത്? ഗംഗാധരനോ അല്ലെങ്കിൽ എൻ്റെ മക്കളായ ശിവനോ രാജീവനോ ഇല്ലാത്ത പ്രശ്നം പിന്നെ ആരാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്? ഈ പറയുന്ന വൈജയ്ക്കും കുഴപ്പമുണ്ടാവില്ല. അത് പിന്നെ ഉറപ്പല്ലേ. വൈജയുടെ മകൾക്ക് അച്ഛൻ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിന് വൈജയ്ക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാ? ഇത് പക്ഷേ ഞങ്ങളിൽ നിന്നും പോകുന്ന ഒരു ഓഹരിയാണല്ലോ, അത് വെച്ച് പറഞ്ഞതാ. അങ്ങനെ നിങ്ങളിൽ നിന്ന് പോകുന്ന ഓരോ ഓഹരിയും അച്ഛൻ ആർക്കും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന എൻ്റെ ഓഹരി അത് എനിക്കിഷ്ടമുള്ള ആൾക്ക് കൊടുക്കാമല്ലോ. ഓ, അതാണോ അമ്മ ഉദ്ദേശിച്ചത്? എന്തുദ്ദേശിച്ചാലും നീ ഇപ്പോൾ അതൊന്നും അറിയണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്ന വൈജയന്തിക്ക് ഇതൊക്കെ അറിയണമെന്നും
അച്ഛൻ മുന്നേ കൂട്ടി അലീനയ്ക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നും അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. അപ്പോൾ കമല, എന്തായാലും ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല അമ്മേ, ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കമല പോകുന്നു എന്ന് പറഞ്ഞ് യാത്ര പറയുന്നത് കേട്ട് വൈജ അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. തന്നെ എന്തായാലും കാണാൻ നിൽക്കുന്നില്ലെന്ന് എന്തായാലും കമലയെടുത്തി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടിട്ട് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു എന്ന് തോന്നണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജ തൻ്റെ മുറിയിലേക്ക് പെട്ടെന്ന് നടന്ന് നീങ്ങാണ്. കിച്ചണിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് അലീന നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അലീന ഇതൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അലീനയും പുറത്തേക്ക് വരുന്നില്ല. കമല അമ്മയോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിക്കുകയാണ്. എന്നാൽ വൈജയുടെ ചിന്ത മുഴുവനും കമല പറഞ്ഞിട്ട വാക്കുകളിലായിരുന്നു. അങ്ങനെ ഒരു സ്വത്ത് അച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒന്നറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള ആ ചിന്തയിൽ വൈജ എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയിലായി. വൈജയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ഗംഗേട്ടനെ തന്നെയായിരുന്നു. ഗംഗേട്ടനെ വിളിച്ച് അന്വേഷിക്കണം. ഗംഗേട്ടനോട് അങ്ങനെ ഒരു സ്വത്തുക്കളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഗംഗേട്ടൻ അറിവുണ്ടെങ്കിൽ അത് എത്രത്തോളമാണെന്നും എന്തൊക്കെയാണെന്നും അറിയണം. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതായിട്ട് എന്തെങ്കിലും അച്ഛൻ അവൾക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ മകൾക്ക് വേണ്ട. അതൊന്നും എൻ്റെ മകൾ ആഗ്രഹിച്ചിട്ടും ഉണ്ടാവില്ല, ഞാനും ആഗ്രഹിച്ചിട്ടില്ല. എന്തായാലും ഈ അവസാന നിമിഷത്തിൽ അച്ഛന് മാത്രം അറിയാവുന്ന ആ സത്യം അച്ഛൻ വെളിപ്പെടുത്തിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് വൈജ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. ഉടനെ തന്നെ വൈജ ഫോണെടുത്ത് തൻ്റെ സഹോദരനെ വിളിക്കുന്നുണ്ട്. ഗംഗേട്ടന് ഇപ്പോഴായി പിന്നെ വൈജയുടെ കോള് വരുമ്പോഴേ ടെൻഷനാണ്. എന്താണാവോ അവിടെ ഉണ്ടായിരിക്കുന്ന പുതിയ പ്രശ്നമെന്ന ചിന്തയാണ്. ഉടനെ തന്നെ ഗംഗേട്ടൻ വൈജയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വൈജയോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആദ്യമേ ചോദിച്ചറിയാണ്. എന്താണ് വൈജ, ഇപ്പോൾ പിന്നെ നീ ഇങ്ങനെ വിളിക്കാനുണ്ടായ കാരണമെന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അത് പിന്നെ ഒന്നുമില്ല ഗംഗേട്ടാ, ഇന്നിവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. അപ്പോൾ തുടങ്ങി മനസ്സ് വല്ലാത്ത അസ്വസ്ഥതയാണ്. അതൊന്ന് ഗംഗേട്ടനോട് വിളിച്ച് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ച് വിളിച്ചതാ ഞാൻ. ഓ, വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ നീ? അയ്യോ, ഞാൻ ഒന്നിനുമില്ല. ഗംഗേട്ടൻ ആദ്യം ഞാൻ പറയുന്നതൊന്ന് പൂർണ്ണമായിട്ട് കേൾക്ക്, അല്ലാതെ പറയുമ്പോഴേക്കും എന്നിങ്ങനെ കുറ്റപ്പെടുത്താതെ. ശരി, നീ കാര്യം പറ. ഗംഗേട്ട, ഇന്നേ ഇവിടെ കമലയിടത്തി വന്നിട്ടുണ്ടായിരുന്നു. അമ്മയെ കാണാനാണ് വന്നത്. കമലയിടത്തിയും അമ്മയും തമ്മിലുള്ള സംസാരം ഞാൻ പുറത്തു നിന്ന് കേട്ടിരുന്നു. അപ്പോൾ കമലയിടത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലോ. ആ, കമല കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതിനെപ്പറ്റി ഇവിടെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതെന്താ? അത് മനുവാണ് ആദ്യമേ അതുണ്ടാക്കിയ ആൾ. മനുവിന് അലീനയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്നല്ലോ. ഓ, അതൊക്കെ എനിക്കറിയാവുന്ന തന്നെയാണ്. ആ, അത് കമലയിടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. കമലയിടത്തി ഒരുപാട് വർത്തമാനം പറയുകയും ചെയ്തു. ഇവിടെ വന്നിട്ടും അവിടെ കൊല്ലപ്പള്ളിയിലും അങ്ങനെ ശിവേട്ടന് സഹികെട്ട് പറയാതെ നിവർത്തിയില്ലാതെയായി. അങ്ങനെ പറഞ്ഞതാണെന്ന ശിവേട്ടനും എന്നോട് പറഞ്ഞത്. അതിന് അറിഞ്ഞ സ്പോട്ടിൽ തന്നെ എന്നെ വിളിച്ച് ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞു. എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയായതുകൊണ്ട് തന്നെ എല്ലാം കേട്ടിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. പിന്നെ ഇന്ന് വന്നത് കമലയിടത്തിക്ക് പൂർണ്ണമായൊരു ധാരണ ഏട്ടൻ നൽകിയിട്ടില്ല എന്ന് മനസ്സിലായി. ഏട്ടൻ അലീന നമുക്കൊക്കെ ആരാണെന്നുള്ള ധാരണ മാത്രമാണ് ഏടത്തിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഏടത്തിയല്ലേ ആൾ. ഏടത്തിക്ക് അത് മാത്രം പോരല്ലോ. ഏടത്തിക്ക് എല്ലാം ക്ലിയറായിട്ട് തന്നെ അറിയണം. അത് അമ്മയിൽ നിന്നും അറിയാമെന്നുള്ള ധാരണയിലാണ് ആളിവിടേക്ക് എത്തിയത്. അമ്മയോടുള്ള സംസാരത്തിനിടയിൽ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏടത്തി എല്ലാം അറിയട്ടെ എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഏടത്തി എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മറ്റൊരു കാര്യം ചോദിച്ചു ശിവേട്ട. അതെന്താ? അത് നമ്മുടെ അച്ഛൻ എല്ലാവർക്കും സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ചിരുന്നല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ അലീനയ്ക്കായിട്ട് അച്ഛൻ എന്തെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോ എന്ന്.
അമ്മയ്ക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്നാണ് ഏടത്തി ചോദിച്ചത്. അമ്മ അപ്പം തന്നെ ഇല്ലെന്ന് പറയുകയും ചെയ്തു. അത് സത്യമായ കാര്യം തന്നെയായിരിക്കും. കാരണം അന്ന് അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ നമുക്ക് എല്ലാവർക്കും ഭാഗം വെച്ച് തന്നപ്പോൾ അമ്മയ്ക്കും ഒരു ഭാഗം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ അമ്മയോട് അന്നേ അച്ഛൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അലീന അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അയാൾക്ക് വേണ്ടി അച്ഛൻ മാറ്റിവെച്ചതൊക്കെ അമ്മയോട് പറയാതിരിക്കില്ലല്ലോ. ഇപ്പോൾ അമ്മ അലീനയെക്കുറിച്ച് അറിയുമ്പോൾ ഇത്ര ഞെട്ടലും ഉണ്ടാവില്ലായിരുന്നു. അതാണ് ഇപ്പോൾ എന്നെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം എൻ്റെ മനസ്സിൽ വല്ലാതെ കിടക്കുകയാണ് ഗംഗേട്ടാ. കാരണം അച്ഛൻ്റെ ഒരു ഭൂമി അച്ഛൻ ആരുടെയും പേരിൽ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലോക്കറിയിൽ കുറച്ച് ഗോൾഡും, അതും അച്ഛൻ ആരുടെ പേരിലും മാറ്റിയൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. വക്കീലൻ അറിയാമെന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ നമ്മളാരും ഇതൊന്നും ആഗ്രഹിച്ച് നടക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചതുമില്ല. പക്ഷേ ഇപ്പോൾ കമലേടത്തി ഒരുപാട് ആഴങ്ങളിലേക്ക് ചിന്തിച്ചിരിക്കുന്നു. അച്ഛൻ അങ്ങനെ അലീനയ്ക്ക് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും. അതിപ്പോൾ ഏത് കമല വന്നാലും അതൊന്നും മാറ്റിയെഴുതാനൊന്നും ആരും പോകുന്നില്ല. പിന്നെ അച്ഛൻ അലീനയോട് ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തമായിട്ടായിരിക്കും അങ്ങനെ അച്ഛൻ്റെ ഭൂമിയോ സ്വത്തുക്കളോ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കമലേടത്തിക്ക് എന്ത് തോന്നിയിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പോൾ ശിവനായാലും രാജീവനായാലും അതിലൊന്നൊരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല. പിന്നെ ഈ കമലേടത്തിക്ക് ഉണ്ടായിട്ട് എന്ത് കാര്യം? അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മാത്രമാണ്. അച്ഛൻ്റെ പൂർവികരുടെയോ കൈമറഞ്ഞു വന്നതോ ഒന്നുമല്ല. അച്ഛൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത സാധനങ്ങളാണ് എല്ലാതും. പക്ഷേ ഗംഗേട്ടാ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛനായിട്ട് എന്തെങ്കിലും അലീനയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അവൾക്ക് വേണ്ട. കാരണം ഇവരുടെയൊക്കെ പ്രാക്ക് തട്ടിയിട്ട് എന്തിനാണ് അവൾക്ക് അങ്ങനെ ഒരു സ്വത്തും പണവും? പിന്നെ എനിക്കറിയാം അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബാലചന്ദ്രനും. ഇത് കേൾക്കുന്ന ഗംഗേട്ടന് ദേഷ്യം വരുന്നുണ്ട്. ഗംഗേട്ടൻ അപ്പോൾ വൈജയോട് പറയാണ്, ഇതൊക്കെ തീരുമാനിക്കാൻ നിനക്കെന്താണ് അവകാശം? വൈജയ്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ചെന്ന് ഇടപെടാൻ നിൽക്കണ്ട. കാരണം നീ ഇപ്പോഴും അലീനയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് ബാലചന്ദ്രൻ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നത്തിൽ തന്നെ ചെന്ന് അവസാനിക്കും. നിന്നോട് ബാലചന്ദ്രൻ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം തന്നെയാണത്. ഒരു കാര്യത്തിലും നീ അവളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അല്ല, ഈ കമല എന്തിനാ ഇതൊക്കെ ഇപ്പം അന്വേഷിച്ച് നടക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കമലയ്ക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും മാറ്റി വെച്ചിട്ടാണോ അച്ഛൻ അലീനയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെ ആവശ്യമില്ലാത്തവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാനേ ശിവനെ ഒന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛൻ്റെ സ്വത്ത് വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇന്നലെ കയറി വന്ന മരുമക്കളെ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാനെന്തായാലും ശിവനോട് തന്നെ പറഞ്ഞോളാം. അല്ല, ഇനിയിപ്പോൾ അലീനയുടെ സ്വത്തുവകകളൊക്കെ അറിഞ്ഞിട്ട് മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനെങ്ങാനും ആണോ? അതറിയില്ല ഗംഗേട്ടാ. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. അമ്മ കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണോ എന്നൊക്കെ. പക്ഷേ ഒരു പൊടിക്ക് കമലെടുത്തി അതിന് സമ്മതിക്കുന്നില്ല. അവൻ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമെന്നും ഞാൻ അതിനൊന്നും ഒരു തടസ്സമല്ലെന്നൊക്കെയാണ് കമലെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ, ഞാൻ കരുതി അലീന സ്വത്തും പണമുള്ള പെണ്ണാണെന്ന് അറിയുമ്പോൾ മകന് വേണ്ടി വിവാഹം ആലോചിക്കാനാണെന്ന്. എന്തായാലും കമലയുടെ അല്ലേ സ്വഭാവം, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന സ്വഭാവക്കാരിയാണ് പുള്ളിക്കാരി. വൈജ അപ്പോൾ മറുപടിയായിട്ട് ഗംഗേട്ടനോട് പറയുന്നുണ്ട്, കമലേടത്തിയുടെ സമ്മതമില്ലെങ്കിലും മനുവും അലീനയും തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് തീരുമാനമെടുത്താൽ അതങ്ങനെ തന്നെ നടക്കുമെന്നൊക്കെയാണ് മനു പറയുന്നത്. പക്ഷെ ഇവിടെ അലീന കമലേടത്തി സമ്മതിക്കാതെ ഇങ്ങനൊരു വിവാഹം ഒരു കാലത്ത് നടക്കില്ലെന്നാണ് അവളും പറയുന്നത്. എനിക്കറിയില്ല ഗംഗേട്ടാ, ഇവരൊക്കെ കൂടി എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തകളൊന്നും തന്നെയില്ല. എൻ്റെ മനസ്സിലിപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി
വല്ലാത്തൊരു ഡിസ്റ്റർബൻസാണ്. അങ്ങനെ ഒരു സ്വത്ത് വകയുടെ കാര്യത്തിൽ അലീനയെ ആരും പഴിക്കരുത്, അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. നീ വെറുതെ ചുമ്മാതിരിക്കണ്ട വൈജേ. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ നീ വെറുതെ എന്തിനാണ് ഈ കിടന്ന് സംസാരിച്ച് കൂട്ടുന്നത്? നിന്നോടാണ് ഞാൻ പറയുന്നത്. നീ ജോലിക്ക് പോകുക, രാവിലെ വൈകുന്നേരം വീട്ടിൽ വരിക, നിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുക. കുറച്ച് കുറച്ചാവുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സ് മാറും. ഞാൻ പറയുന്നത് ബാലചന്ദ്രൻ്റെ കാര്യമാണ്. അങ്ങനെ മനസ്സ് മാറി വരുമ്പോൾ നീയും ബാലചന്ദ്രനും നിങ്ങളുടെ മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കും. നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പിന്നെ അങ്ങനെ സന്തോഷമുള്ള ഒരു ജീവിതം തുടങ്ങുമ്പോൾ അലീനയ്ക്കും തോന്നും മനുവുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം നൽകാമെന്നൊക്കെ. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മക്കൾക്ക് നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് അവർക്കും അതുപോലെയൊക്കെ ജീവിക്കണമെന്ന ചിന്തയുണ്ടാവുന്നത്. അതിന് നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. നീ അങ്ങനെ വല്ല കാര്യവും ചെയ്യാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടൻ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഗംഗേട്ടനോട്, ശരി ഗംഗേട്ടാ, ഞാനേ ബാങ്കിൽ പോവാൻ ഇപ്പോഴേ ലേറ്റായി. കമലേടത്ത് ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങാൻ നിന്നില്ല. ഇനി അലീനയുമായിട്ട് എന്തെങ്കിലും യുദ്ധമെട്ടിലാണോ കമലേടത്തി വന്നതെന്നൊന്നും അറിയില്ലല്ലോ. വന്ന പാടെ അലീന തന്നെയാണ് ഡോറ് തുറന്നു കൊടുത്തത്. ഇവിടെ ആരുമില്ലെന്നൊക്കെ അവളോട് നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നുണ്ടായത്. എപ്പോഴും ഉണ്ടാവുന്ന പോലെ ഒരു വൃത്തികെട്ട സ്വഭാവമൊന്നും ഇന്ന് ആരോടും കാണിച്ചിട്ടില്ല. അലീനയെ കണ്ടപ്പോഴും നല്ല രീതിക്ക് തന്നെ സംസാരിച്ചു. അലീന കൊണ്ടുപോയി കൊടുത്ത കോഫിയും വാങ്ങിച്ചു കുടിച്ചിട്ടൊക്കെയാണ് ആൾ പോയത്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറാമെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ തന്നെ നിന്നു. പിന്നെ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഡിസ്റ്റർബൻസായി. അപ്പോൾ ഗംഗേട്ടനോട് അതും കൂടിയും ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ബാങ്കിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിന്നതാണ്. എന്തായാലും ഗംഗേട്ടൻ ഇപ്പോൾ വെച്ചോട്ടോ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഞാനെന്തായാലും ബാങ്കിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ കോളെല്ലാം കട്ട് ചെയ്യാണ്. വൈജയുടെ മനസ്സ് മുഴുവനും ഈ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരുന്നു. തനിക്ക് തൻ്റെ കുടുംബവക്കീലിനെ വിളിച്ചൊന്ന് സംസാരിക്കണമെന്ന് വൈജയ്ക്ക് തോന്നുകയാണ്. ഗംഗേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാതെ വൈജയ്ക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. വൈജ ഫോൺ എടുത്ത് വക്കീലിനെ വിളിക്കുകയാണ്. വൈജയുടെ കോള് വന്ന ഉടനെ തന്നെ വക്കീൽ വൈജയോട് ചോദിക്കുന്നുണ്ട്, ആ ഇതാരിത്, വൈജയന്തിയോ? എന്താണ് പ്രത്യേകിച്ചൊക്കെ? അല്ല, എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഡിവോഴ്സൊന്നും ഇപ്പം നടക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ കുറേ നാളായി അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വരേണ്ട ആവശ്യമൊന്നുമില്ല. ശിവൻ പിന്നെ വിളിക്കാറുണ്ട്, ശിവൻ്റെ മകൻ്റെ കാര്യത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വൈജ എന്താ വിളിച്ചത്? മകന് സുഖം തന്നെയല്ലേ? അവൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഇല്ലേ ഇപ്പോൾ എന്നെല്ലാം വൈജയുടെ മറുപടി കിട്ടാതെ തന്നെ വക്കീൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജ മറുപടിയായി പറയുന്നുണ്ട്, അവൻ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്, അവിടെ ഹോസ്റ്റലിലാണ്, ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇപ്പോൾ വിളിച്ചത്? വക്കീലെ, എനിക്ക് നമ്മുടെ അച്ഛൻ അന്ന് ഓഹരികളൊക്കെ എല്ലാവർക്കും ആയിട്ട് പങ്കുവെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിവരണം ഫുള്ളായിട്ട് എനിക്കൊന്ന് കിട്ടണമായിരുന്നു. അതിൽ അച്ഛൻ എന്തെങ്കിലും പങ്കുവെക്കാതെ നീക്കി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വൈജേ, എന്നോടൊന്നും തോന്നരുത്, നീ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള നിന്നോട് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ഓഹരി പങ്കുവെക്കാതെ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാൻ എനിക്ക് അനുവാദമില്ലല്ലോ. പിന്നെ അങ്ങനെ പറയേണ്ട സമയമാവുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും. ഇപ്പോൾ അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്ത നിലയ്ക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും ആ വിൽപത്രമൊക്കെ എടുത്ത് വായിക്കാമല്ലോ. അതിൽ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം എഴുതി വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ തന്നെ കാണും. അല്ല വക്കീലെ, അത് അറിഞ്ഞേ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല, നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് വക്കീൽ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ?
ഞങ്ങളാരെങ്കിലും ഈ സ്വത്തുവകകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ തല്ലുണ്ടാക്കാൻ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും അവരവരുടേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് പുറത്തും ഈ നാട്ടിൽ പോലും ഇല്ല. പിന്നെ അങ്ങനെയുള്ള അവർക്കൊക്കെ എന്തിനാ വക്കീലേ ഇവിടെ കിടക്കുന്ന സ്വത്തുക്കളും പണവും ഒക്കെ? വൈജേ, ഇതേ കാലം വേറെയാ. പണമെന്ന് പറയുന്ന സാധനം എത്ര കിട്ടിയാലും മതി വരാത്തവരാണ്. ചിലപ്പോൾ വൈജയ് പറയുന്ന കൂട്ടത്തിൽ നിങ്ങളില്ലായിരിക്കാം, ഒരുപക്ഷെ ഉണ്ടാവുകയും ചെയ്യാം. എന്തിനാ വെറുതെ ഞാനായിട്ട് പൊല്ലാപ്പിന് നിൽക്കുന്നത്? എനിക്കതൊന്നും എടുത്ത് വായിക്കാൻ അനുവാദമില്ല വൈജയ്. വക്കീലെ, എന്നെ ആകെ ധർമ്മസങ്കടത്തിലാക്കരുത്. എനിക്ക് അതറിഞ്ഞില്ലെങ്കിൽ ആകെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. ഇപ്പോൾ തന്നെ എൻ്റെ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ എനിക്കതൊന്ന് പറഞ്ഞു തന്നേ പറ്റൂ. വക്കീൽ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും വൈജയന്തി അതിൽ നിന്നും ഒരടി പോലും പിന്നിലോട്ടോ മുന്നിലോട്ടോ മാറുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വക്കീൽ പറയാണ്, വൈജയ്, നീ എന്നെ ഒന്ന് നേരിട്ട് കാണാൻ വായോ. പക്ഷേ നമ്മ തമ്മിൽ ഈ കാണുന്ന കാര്യം മറ്റൊരാളും ഒരിക്കലും അറിയാൻ പാടില്ല. വക്കീലിനോട് വൈജ സമ്മതം കൊടുക്കുകയാണ്. നമ്മൾ തമ്മിൽ കാണാൻ പോകുന്ന കാര്യം ഒരാളും ഒരു കാലത്തും അറിയില്ലെന്ന്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണും വരേക്കും ശുഭരാത്രി.